യുദ്ധം നരകമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പീറ്റ് ഹെഗ്സത്തിന്റെ വാക്കുകൾ അമേരിക്കയുടെ വരാനിരിക്കുന്ന സൈനിക നീക്കങ്ങളുടെ സൂചനയായിട്ടാണ് ലോകം ഇന്ന് കാണുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രതിരോധ തലവൻ പീറ്റ് ഹെഗ്സത്ത് നടത്തിയ വാക്കുകൾ ഇപ്പോൾ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയാണ്. യുദ്ധത്തിന് നിയമങ്ങളുണ്ട് എന്നത് വെറും ഒരു വാചകമല്ല, മറിച്ച് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുതിയ നയം ആ അടയാളത്തെ മായ്ച്ചു കളയുകയാണ്. സൈനികരുടെ കൈകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമ്പോൾ അവിടെ യുദ്ധകുറ്റങ്ങൾ വെറും സൈനിക നീക്കങ്ങൾ മാത്രമായി മാറും. മുൻകാലങ്ങളിൽ സമാധാന പരിപാലനത്തിന് നൽകിയിരുന്ന മുൻഗണന ഇനി മുതൽ ആക്രമണത്തിന് മാത്രമായിരിക്കും. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും കടുത്ത നിലപാടുകളിലേക്കാണ് രാജ്യം ഇപ്പോൾ നീങ്ങുന്നത്. യുദ്ധകളത്തിൽ സൈനികരുടെ നീക്കങ്ങളെ തടയുന്ന അനാവശ്യ നിയമങ്ങൾ ഇനി ഉണ്ടാകില്ല. ശത്രുവിനെ നേരിടാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. മറ്റു രാജ്യങ്ങളിൽ പോയി ജനാധിപത്യം സ്ഥാപിക്കാനോ അവിടെ ഭരണം നന്നാക്കാനോ അമേരിക്ക ഇനി പണം ചിലവഴിക്കില്ല എന്നും, മറിച്ച് ശത്രുവിനെ തകർക്കുക എന്നതിൽ മാത്രമായിരിക്കും സൈന്യത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ. പോരാട്ടങ്ങളിൽ മരണം സംഭവിക്കും, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ശരിക്ക് ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ഒന്നാണ്. യുദ്ധം എന്നത് കേവലം മാപ്പിലെ ചില നീക്കങ്ങളല്ല, അതിൽ പൊലിയുന്ന ജീവനുകളുണ്ട്, തകരുന്ന സ്വപ്നങ്ങളുണ്ട്. യുദ്ധകളത്തിലെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ അത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളെ പോലും നിഷ്പ്രഭമാക്കുന്നു. ശത്രുവിനെ കൊല്ലാൻ നിയമങ്ങൾ തടസ്സമാണെന്ന് പറയുമ്പോൾ ആ നിയമങ്ങൾ സംരക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവൻ ഇനി ആര് കാവൽ നിൽക്കും? ഇറാൻ ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ പഴയ തന്ത്രങ്ങൾ പോരെന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. നയതന്ത്ര ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സൈനിക ശക്തി തന്നെയാകും ഇനി പ്രധാന ആയുധം. ചുരുക്കത്തിൽ നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ട പോരാട്ടത്തിനല്ല, മറിച്ച് വിജയം മാത്രം ലക്ഷ്യം വെക്കുന്ന ആക്രമണത്തിനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. അമേരിക്കയുടെ ഈ പുതിയ പടപ്പുറപ്പാട് വെറും യുദ്ധമല്ല, അത് മനുഷ്യത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. വിജയം മാത്രം ലക്ഷ്യം വെക്കുന്നവർ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുമ്പോൾ ബാക്കിയാകുന്നത് കുറേ പേരുടെ കണ്ണുനീരും അനേകം ശവകൂടാരങ്ങളുമാണ്. അവിടെ വിജയികളില്ല, എല്ലാവരും പരാജിതരാണ്.